ആനങ്ങാടി ഷോക്കേറ്റ് പിടഞ്ഞ സഹോദരങ്ങൾക്ക് രക്ഷകനായി ലൈൻമാൻ. വൈദ്യുതി ബോർഡ് കോതകുറിശി സെക്ഷനിലെ ലൈൻമാൻ ഫാരിസ് ഖാനാണ് 2 കുട്ടികളുടെ ജീവൻ രക്ഷിച്ചത്. കോതകുറിശി 5-ാം മൈലിൽ ചൊവ്വാഴ്ച വൈകിട്ട് 6:30-യോടെയാണ് സംഭവം. സമീപത്തെ വീട്ടിൽ വൈദ്യുതി തകരാർ പരിഹരിക്കാനായി എത്തിയതാണ് ലൈൻമാനായ ഹാരിസ്. തകരാർ പരിശോധിക്കുന്നതിനിടയിൽ തൊട്ടടുത്ത വൈദ്യുതി തൂണിന് സമീപത്ത് നിന്ന് ഷോക്കേറ്റ് വീണ കുട്ടികളുടെ കരച്ചിൽ കേട്ടത്. ഒറ്റപ്പാലം ചെറുപ്പളശ്ശേരി റോഡിലേക്കാണ് കുട്ടികൾ കമ്പിയിൽ കുടുങ്ങിക്കിടന്നത്. ഫാരിസ് ഓടിയെത്തി കയ്യിലുണ്ടായിരുന്ന കട്ടിംഗ് പ്ലെയർ ഉപയോഗിച്ച് കമ്പി വലിച്ചു. ബലമുള്ളതിനാൽ വഴുതിപ്പോയി. അതിനിടയിൽ ഫാരിസ് ഖാന് ഷോക്കേറ്റു. പിന്നീട് കട്ടിംഗ് പ്ലെയർ കൊണ്ട് കമ്പി ഒടിക്കുകയായിരുന്നു. 8 മീറ്ററോളം നീളമുള്ള കമ്പി ഇതോടെ കുട്ടികളുടെ കയ്യിൽ നിന്ന് ഊരിപ്പോന്നു. ആൾ താമസമില്ലാത്ത വീട്ടിലേക്ക് പോകുന്ന സർവീസ് വയർ കെട്ടുന്ന കമ്പിയാണ് പൊട്ടി കുടുങ്ങിക്കിടന്നത്. സമീപത്തെ കടയിൽ നിന്ന് സാധനം വാങ്ങി വരികയായിരുന്നു 5-ാം ക്ലാസ് വിദ്യാർത്ഥിയായ മുഹമ്മദും 1-ാം ക്ലാസ് വിദ്യാർത്ഥിയായ മുഹമ്മദ് അഫാനും. വഴിയിൽ കമ്പി കിടക്കുന്നത് അഫാൻ മാറ്റിയിടാൻ ശ്രമിച്ചതോടെയാണ് ഷോക്കേറ്റത്. രക്ഷപ്പെടുത്തുവാൻ ശ്രമിച്ച നഹിയാനും ഷോക്കേറ്റു. റോഡിൽ വീണ ഇരുവരും പിടഞ്ഞതോടെ സമീപത്തെ ആളുകൾ എന്ത് ചെയ്യണമെന്നറിയാതെയായി. ഇതിനിടയിലാണ് ഫാരിസ് ഖാൻ ഇവരെ രക്ഷപ്പെടുത്തിയത്. കമ്പി വലിച്ചതിനാൽ കുട്ടിക്ക് കയ്യിൽ ചെറിയ മുറിവേറ്റിരുന്നു. ഉടൻ തന്നെ സമീപത്തെ ആശുപത്രിയിൽ പ്രവേശിച്ചു. തുടർന്ന് പ്രാഥമിക ചികിത്സ നൽകി വീട്ടിലേക്ക് അയച്ചു. കോതകുറിശ്ശേരി അലിയുടെയും സുലേഖയുടെയും മക്കളാണിവർ. ആലത്തൂർ ഇരട്ടക്കുളം കുറുവട്ട വീട്ടിൽ ഫാരിസ് 5 വർഷമായി കോതകുറിശി സെക്ഷനിലെ ലൈൻമാനാണ്. ഭാര്യ സുജിത, 9 വയസ്സുകാരനായ ഫർസാൻ, 5 വയസ്സുള്ള അഫാൻ എന്നിവരടങ്ങുന്നതാണ് കുടുംബം. തൻ്റെ മക്കളുടെ പ്രായത്തിലുള്ള 2 കുട്ടികളുടെ ജീവൻ രക്ഷപ്പെടുത്തിയതിനാൽ സന്തോഷമുണ്ടെന്ന് ഫാരിസ് പറഞ്ഞു.